അപ്പോൾ ഞാൻ പേപ്പാറ ഡാമൊക്കെ കണ്ട് അവിടെ ഒരു വീഴ്ചയൊക്കെ വീണല്ലോ, അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ കാട്ടിലെ കടയെന്ന് പറഞ്ഞ് ഒരു 7 കിലോമീറ്റർ തള്ളി അവിടെ വന്ന് ഞാനത് ഫുഡൊക്കെ കഴിക്കുകയാണ്. കഴിച്ചിട്ട് ഞങ്ങൾ വിതിര താവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അടുത്ത് പോയത്. അവിടുത്തെ സ്ഥലം കാണാനാണ് പോയത്. അന്നേരം വഴിവക്കിൽ അവിടെ ഇറങ്ങി പോകുന്നതിന് തൊട്ട് മുകളിലുള്ള വഴിയിൽ ഒരപ്പച്ചൻ കിടക്കുക. അപ്പം ഞാൻ എൻ്റെ അപ്പച്ചനെ ഓർത്തത് ഇച്ചിരി വെള്ളം അടിച്ചും കൊണ്ട് കിടക്കുകയാണെന്നാണ് ഞാനും എൻ്റെ ക്യാമറാമാനും കരുതിയത്. ഇതുവഴി ഈ സ്ഥലം കാണാൻ പോയവരും ആ കൂട്ട് തന്നെയാണ് അവർ കരുതിയത്. അപ്പോൾ ഞാനങ്ങനെ അവിടെ അപ്പച്ചൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഈ കുട്ടികളെ കണ്ടു, കുട്ടിത്താരങ്ങളെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടുകാരാണോ, ഈ അപ്പച്ചനെ അറിയാവോ എന്ന് ചോദിച്ചു. പിള്ളേർ പറഞ്ഞ്, അപ്പച്ചൻ കുടിക്കില്ല ചേച്ചി, കുട്ടികളില്ല, കുടുംബമില്ല, ഇതുപോലെ വഴിവക്കിൽ കിടക്കണതാണ് എന്ന് പറഞ്ഞു. ഓൾറെഡി അപ്പച്ചൻ ബോധം കെട്ട് കിടന്നതാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് വെള്ളം തെളിച്ച് വെള്ളം കൊടുത്ത് അപ്പച്ചനെ വിളിച്ചുണർത്തി എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഓട്ടോ വിളിച്ച് എൻ്റെ കൂടെ വന്ന ആൾ തന്നെ കൊണ്ടെത്തിച്ച് ഞങ്ങളെ കൊണ്ട് അപ്പോഴത്രയൊക്കെ പറ്റിയുള്ളൂ. എന്ത് ചെയ്യാനാണ്, ഇതുപോലെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിങ്ങൽ തന്നെയാണ് തോന്നിയത്. എനിക്ക് വേറെ അപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നതാണ് വാസ്തവം. വിതിര താവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നല്ല രസമുണ്ട്, അങ്ങ് നോക്കിക്കേ, നല്ല വൈബാണ് കേട്ടോ. നല്ല വെള്ളച്ചാട്ടവും കുട്ടികളുമായിട്ട് ഞാൻ കുറച്ചു നേരം കുളിച്ച് എന്ത് പറയാനാണ്, എനിക്കൊന്നും പറയാനില്ല. ഇവിടുത്തെ പ്രകൃതി ഭംഗി അത് വെറൈറ്റി തന്നെയാണ്. നോക്കിയേ വെള്ളച്ചാട്ടം. എൻ്റെ പിൻ വ്ളോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഈ താവയ്ക്കൽ എന്ന കുഞ്ഞു ഗ്രാമത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇതൊരു കുഞ്ഞു ഗ്രാമം കൂടെയാണ് കേട്ടോ. ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, അവന് നീന്താൻ അറിയാന്നാണ് പറയണത്. അതുകൊണ്ട് ഞാൻ അവന്റെ ഒപ്പം പോവുക കേട്ടോ. ഇതെന്താ താറാ കുഞ്ഞാ? ഇരിക്കട്ടെ ടോളിട്ടാല ഇതാ താറാ കുഞ്ഞാ. അങ്ങനെ ഞാൻ വിതിര താവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിപ്പെട്ടത്. ഇത് വേറൊരു ആൾ വഴിയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. ഇതൊരു കുഞ്ഞു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ ഒരു ആറാണ്. ഇവിടെയുള്ള കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികൾക്ക് പോലും നീന്തലറിയാം. അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. എനിക്കും ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും നീന്തലറിയാം. ഒരു കുട്ടിയിലെ ഇവിടെ വന്ന് നീന്തൽ പഠിക്കാനും കൂടെ ഉള്ളൊരു സ്ഥലവും കൂടെയാണ്. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ആ അപ്പച്ചനെ കൊണ്ട് എത്തിക്കേണ്ടടുത്തൊക്കെ എത്തിച്ചിട്ടൊക്കെ വന്നപ്പോൾ ഓൾറെഡി താമസിച്ച്, അല്ലെങ്കിൽ ഇവരുടെ വീടുകളും അവിടുത്തെ ഉള്ള കാഴ്ചകളും ഒക്കെ നിങ്ങളിൽ എത്തിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊന്ന് പറയാമല്ലോ, എന്തെന്നറിയാവോ, നമ്മളിപ്പോൾ വീഗാലാൻഡ്, കന്യാകുമാരി, മറ്റുള്ള പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ, അറിയപ്പെടാത്ത സ്ഥലങ്ങൾ നിങ്ങളിൽ എത്തിക്കുക, അത് എനിക്കും കണ്ട് ആസ്വദിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അറിയാമെന്നുള്ള സ്ഥലങ്ങൾ, വലിയ പ്രസിദ്ധമായ സ്ഥലങ്ങളും എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് പേര് ഇവിടെ വന്ന് പോകാറുണ്ട്, കപ്പിൾസൊക്കെ ഞാൻ കണ്ടു, അവർ ഒക്കെ വന്നു പോകുന്നതൊക്കെ കണ്ടു. പിന്നെ എന്ത് പറയാനാണ്, നല്ല രസമുണ്ട്. കുഞ്ഞു മക്കളോടുള്ള കളിയും ചിരിയും. കുറച്ച് നേരത്തേക്ക് ഞാൻ അവരുടെ ലോകത്തോട്ട് പോയി. എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർക്കാനുണ്ട്. പണ്ട് കുഞ്ഞിലെ നമുക്കറിയാമോ, നമ്മുടെ ഈ റബ്ബർ അറിയാമല്ലോ, ആ കായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് തത്തിക്കളിക്കുമല്ലോ, ആരെടുക്കുമെന്നൊക്കെ പറഞ്ഞും കൊണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കളിയൊക്കെ ഓർമ്മ വന്ന് ആ കുഞ്ഞു മക്കളോട് ഞാൻ ആ കളിക്കുന്ന കാര്യമൊക്കെ അവരോട് ഞാൻ ഷെയർ ചെയ്ത്, അങ്ങനെ ഒരു കളിയുണ്ടോ ചേച്ചി? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെ ഞങ്ങൾ കളിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ നന്നായിട്ട് മുങ്ങി കുളിച്ച് കരയിലേക്ക് കയറുകയാണ്. ഒറിജിനൽ സൗന്ദര്യം വന്നത്. ഞാനങ്ങനെ ഇവിടുത്തെ ഈ മറു സൈഡിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊരു കുട്ടിയുടെ ആശ്രയത്തോടു കൂടെ അവിടെ നിന്ന് മറു സൈഡിൽ പോകുക. അവിടെ ഒരു അപ്പൂപ്പൻ കാവെന്ന കുട്ടികൾ പറയുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. 2 ചേട്ടന്മാരെ പരിചയപ്പെട്ട്. അപ്പം ചേട്ടാ, ഇവിടെ കുളിക്കാൻ മാത്രമല്ലല്ലോ, ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമാണോ ഇത്? താവയ്ക്കൽ അപ്പൂപ്പൻ കാവ്. ഇവിടത്തെ പ്രത്യേകത, ഇവിടെ സ്ത്രീകൾ വരാറുണ്ടോ? വരാറുണ്ട്, പൊങ്കാലയിടാറുണ്ട്, ഉത്സവങ്ങൾ നടത്താറുണ്ട്. അതെയോ? ചെറുപ്പെടുത്താറുണ്ട്. പിന്നെ ഇവിടെ വേറെ ആൾക്കാരൊന്നും തിരികെത്തിക്കാറുണ്ടോ? അതെയോ ചേട്ടൻ? ഇവിടെ നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ? തൊട്ടടുത്താണ് ചേട്ടൻ്റെ വീടെന്ന് പറയുന്നത്.
പിന്നെ വേറെന്തുവാ ചേട്ടാ, ഇത് ഈ ഒരു ക്ഷേത്രവും ഈ മെയിൻ ക്ഷേത്രം ഉണ്ടോ അത് ഇത് മാത്രം ഇത് തന്നെ? തന്നെയാണ് ഇതിൽ വേറെ ഇനി ഇവിടെ വേറെ ക്ഷേത്രമായി അതെയോ? ക്ഷേത്രം ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ടല്ലേ ഇവിടെ കുളിക്കാനും ഒക്കെ? ബലിയിടുന്ന സമയത്ത് ഇവിടെ ബലിക്കടവ് കെട്ടുന്നുണ്ട്. അതെയോ? ബലിയിടുന്ന സമയത്തല്ലേ? സമയത്ത് ബലിക്കടവ് കെട്ടുന്നുണ്ട്. ഇതെല്ലാം അപ്പൂപ്പന്റെ ആ ഒരു കാരുണ്യം കൊണ്ട് നമ്മൾ ചെയ്താൽ കൊണ്ട് പോകുന്നുണ്ട്. അതെയോ? അതെ. ഞാൻ അമ്പൂരിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ഇതുപോലെ കുളിക്കാനും എല്ലാം ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ വന്നതാണ്. വന്നപ്പോൾ നിങ്ങളെ പരിചയപ്പെടാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും സാധിച്ചതിൽ വളരെ സന്തോഷം. അതിനുപരി താങ്ക്സ് ഉണ്ട് കേട്ടോ. വെരി വെരി താങ്ക്സ്. അങ്ങനെ ഞാൻ താവയ്ക്കൽ അപ്പൂപ്പൻ കാവൊക്കെ കണ്ട് ഇതെൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഞാൻ ഇച്ചിരി താഴോട്ട് ഇറങ്ങി പോകുക. അപ്പോൾ മുകളിൽ നിന്നാണ് കുളിച്ചത്. ഞാൻ ഇത്തിരി ഇവിടെ ഈ ഒഴുകി പോകുന്ന ഈ സ്ഥലം കൊണ്ടോ അവിടെ ഇച്ചിരി ഡേഞ്ചറാണ് കേട്ടോ, അതുകൊണ്ട് അവിടെ വരുമ്പോൾ സൂക്ഷിക്കുക. അതായത് പണ്ട് കാലങ്ങളിൽ ഇത് നമ്മുടെ കിണറുകളിൽ വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. ഇന്ന് അങ്ങനെ കാണാനില്ല കേട്ടോ. ഇന്നല്ലേ ഇതൊക്കെ ബക്കറ്റും കാര്യങ്ങളൊക്കെ വന്നത്. ഞാനിതിൽ വെള്ളം കോരി കാണിച്ചു തരാവേ. ഇതിൽ എത്രത്തോളം വെള്ളം കാണുക തന്നെ. ആരെങ്കിലും ഇതുപോലുള്ള സാധനത്തിൽ വെള്ളം കോരിയിട്ടുണ്ടോ, ഇത് കണ്ടിട്ടുണ്ടോ? കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ടും ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരെയും ഷെയർ നോക്കിയിരിക്കുക. കാരണം ഇത് ആർക്കെങ്കിലും അറിയാവോ? എന്തായാലും ഞാനിത് കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. ഞാനൊരു നാട്ടുമ്പുറത്തുകാരിയാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിലായതുകൊണ്ട് ഇതിൽ വെള്ളം കോരിയിട്ടുമുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഈ സന്ധ്യാസമയത്താണ് എനിക്ക് തോന്നുന്നത് കൂടുതലും നല്ല ഭംഗി കേട്ടോ. അവിടെ നോക്കിയേ, ഒരുപാട് ആൾക്കാർ കുളിക്കാൻ പറ്റിയ ഏരിയയാണ് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. സ്ത്രീകളും അവിടെ കുളിക്കുന്നുണ്ട്. നോക്കിയേ, സൂര്യാസ്തമന സമയമായി കണ്ടോ. നമ്മുടെ സന്ധ്യയ്ക്കും നമ്മുടെ 6 മണി ടൈമിലും ഞാനിവിടെ നിൽക്കുക. ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല. അടിപൊളി സ്ഥലം തന്നെയാണ്. ഇഷ്ടമായാൽ നിങ്ങൾ വരിക കേട്ടോ. ഇത് ഒരു ഒഴിഞ്ഞ പ്ലേസാണ്. അധികം ആർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അറിഞ്ഞവരാരും ഇവിടെ ഒരിക്കൽ വന്നവർ പിന്നെയും വരാണ്ടിരിക്കുകയില്ല കേട്ടോ. അത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഒന്നും പറയാനില്ല എനിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ, നോക്കിയേ. ഷവറിലും നമ്മൾ ഒക്കെ പൈപ്പ് വെള്ളത്തിലും കുളിക്കുന്ന നമുക്ക് ഇതുപോലുള്ള എന്ത് പറയാനാണ്, പ്രകൃതിദത്തമായ പാറകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ആ വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു നൊസ്റ്റാളജി തന്നെയാണ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ സ്ഥലം? ഇഷ്ടമായ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ. നല്ലൊരു സ്ഥലം തന്നെയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. പ്രകൃതി ഭംഗി അത് വെറൈറ്റി തന്നെയാണ്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇവിടുത്തെ ആ കടവും ആ വെള്ളച്ചാട്ടവും ആ കുഞ്ഞ് അയ്യപ്പ ക്ഷേത്രവും എല്ലാം അടിപൊളി തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ ഫ്രണ്ട്സിന് കുട്ടിത്താരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം. അവർ തന്നെ പറയും, എടാ എന്താണ് നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സായ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും നേരം ഇവിടെ നമ്മളെ കൂടെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിയുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് ബെൽ ബട്ടണൊക്കെ അമർത്തി സപ്പോർട്ട് ചെയ്യണം. ഇവിടെ നിൽക്കുന്ന സുഹൃത്തുക്കളെല്ലാം ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ചെറിയ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. എന്തായാലും എല്ലാവരും ടാറ്റ കൊടുത്തേ. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവരും ടാറ്റ കൊടുത്തേ. അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ടൈം എന്തായാലും 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല. അപ്പോൾ ഞാൻ പോവുക കേട്ടോ.